പ്രിയപ്പെട്ട നമസ്കാരം, ജെൻസനാണ്. ഏവർക്കും ഒരിക്കൽ കൂടി ക്രെഡിറ്റ് മന്ത്രയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് പേഴ്സണൽ ലോണുമായി ബന്ധപ്പെട്ടാണ്. ഒരു പ്രവാസിക്ക് പേഴ്സണൽ ലോൺ ലഭ്യമാണോ? എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ലഭ്യമാണെന്നുള്ളത് തന്നെയാണ്. ഏതൊക്കെ ബാങ്കുകളാണ് പ്രവാസികൾക്ക് പേഴ്സണൽ ലോൺ കൊടുക്കാൻ തയ്യാറാകുന്നത്? എന്തൊക്കെയാണ് അവരുടെ മാനദണ്ഡങ്ങൾ? ഈ വിവരങ്ങളാണ് ഇന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നത്. നമുക്ക് വീട്ടിലോട്ട് കിടക്കാം. പ്രധാനമായും പ്രവാസികൾക്ക് പേഴ്സണൽ ലോൺ കൊടുക്കുന്ന ബാങ്കുകൾ ഒന്നെന്ന് പറയുന്നത് സൗത്ത് ഇന്ത്യൻ ബാങ്കാണ്. 2 HDFC ബാങ്ക്, 3 ICICI ബാങ്ക്, കോട്ടക് മഹേന്ദ്ര ബാങ്ക്, IDFC ഫസ്റ്റ് ബാങ്ക്. ഇത്രയും ബാങ്കുകളാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ നാട്ടിൽ പ്രവാസികൾക്ക് പേഴ്സണൽ ലോൺ കൊടുക്കുന്നത്. ഇനി എന്തൊക്കെയാണ് അവരുടെ മാനദണ്ഡങ്ങളെന്നും എന്തൊക്കെ ഡോക്യുമെന്റുകളാണ് നമുക്ക് അവർ ആവശ്യപ്പെടുന്നതെന്നും നോക്കാം. മാനദണ്ഡങ്ങളായിട്ട് ബാങ്കുകൾ പറയുന്നത് പൊതുവായ മാനദണ്ഡങ്ങളാണ് പറയുന്നത്. ഒന്ന്, 21 വയസ്സ് കഴിഞ്ഞിരിക്കണം, 60 വയസ്സിന് മുകളിലായിരിക്കാനും പാടില്ല. രണ്ടാമത്, മിനിമം 2 വർഷമെങ്കിലും ഗൾഫ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഏറ്റവും കുറഞ്ഞത് 1 വർഷമായിട്ടെങ്കിലും നിലവിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന വ്യക്തിയായിരിക്കണം. അതുപോലെ തന്നെ കോ ആപ്ലിക്കന്റ് മാൻഡേറ്ററി ആണ്. ഏറ്റവും അടുത്ത ബന്ധുക്കളായിട്ട് തന്നെ ഉള്ളവർ കോ ആപ്ലിക്കന്റ് ആവണം. അതായത് ഭാര്യ, ഭർത്താവ്, അച്ഛനമ്മ, ഇത്രയും പേര് ആയിരിക്കണം കോ ആപ്ലിക്കന്റ് ആയിട്ട് പ്രധാനമായിട്ടും വരേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ വർക്ക് ചെയ്യുന്ന കമ്പനി, നമ്മുടെ ജോബ് പ്രൊഫൈലും ബാങ്കുകൾ പരിശോധിക്കും. അതുപോലെ ഏറ്റവും പ്രധാനമായിട്ട് EMI NMI റേഷ്യോ എന്ന് പറയുന്നത്, അതായത് നമ്മൾക്ക് കിട്ടുന്ന ശമ്പളത്തിന്റെ 50% കൂടുതൽ അടവ് പോകത്തക്ക രീതിയിലുള്ള ലോണുകൾ ബാങ്ക് നൽകത്തില്ല. അപ്പം ഇത്രയുമാണ് പ്രധാനമായിട്ടുമുള്ള മാനദണ്ഡം. അടുത്തതായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഓൺലൈനായിട്ട് തന്നെ നമുക്ക് ആപ്ലിക്കേഷൻ പോസിബിൾ ആണ് എന്നുള്ളതാണ്. നിങ്ങളുടെ ആധാർ കാർഡും ഫോൺ നമ്പറുമായിട്ട് ലിങ്ക്ഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ അപേക്ഷ കൊടുക്കും. അതുപോലെ തന്നെ നിലവിൽ NRI അക്കൗണ്ട് ഏത് ബാങ്കിലാണെങ്കിലും നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. എന്നാൽ ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് മുമ്പായിട്ടോ അല്ലെ ആപ്ലിക്കേഷൻ കൊടുത്തതിന് ശേഷമോ പുതിയൊരു അക്കൗണ്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന ബാങ്കിൽ ഓപ്പൺ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ നിലവിലുള്ള ബാങ്കിന്റെ പ്രോസസിംഗ് ഫീസ് എന്ന് പറയുന്നത് 1% മുതൽ 2% വരെയാണ്. ബേസ്ഡ് ഓൺ നമ്മളുടെ എത്ര തുകയാണ് എടുക്കുന്നതെന്ന് അനുസരിച്ചിട്ട്. അപ്പം ഏത് ബാങ്കിലാണോ നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് ആ ബാങ്കിന്റെ ഡീറ്റെയിലുമായി ബന്ധപ്പെട്ട് എത്ര ശതമാനം പ്രോസസിംഗ് ഫീസ് ആണെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലോൺ എടുത്തതിന് ശേഷം 6 മാസം കഴിയുമ്പോൾ തൊട്ട് പ്രീ ക്ലോസ് ചെയ്യാനും അതുപോലെ തന്നെ പ്രീ പേയ്മെന്റ് ചെയ്യാനും നിങ്ങൾക്ക് സാധ്യമാണ്. പ്രീ ക്ലോസർ ചാർജ്, അതായത് 6 മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് ലോൺ ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എടുത്ത ലോൺ തുകയുടെ ഔട്ട്സ്റ്റാൻഡിംഗ് നിൽക്കുന്ന ബാലൻസിന്റെ 2% മുതൽ 5% വരെ ചാർജസ് അവർ ഈടാക്കുന്നതാണ്. അത് ബേസ്ഡ് ഓൺ ബാങ്ക്സ് ആണ്. ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. പ്രീ പേയ്മെന്റ് ചാർജസ് അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് തുക കൂടുതലായിട്ട് അടയ്ക്കണമെന്നുണ്ടെങ്കിലും 6 മാസം കഴിഞ്ഞിട്ടേ സാധിക്കത്തുള്ളൂ. അങ്ങനെ ചെയ്യുമ്പോൾ 2% മുതൽ 5% വരെ ചാർജസ് അവർ ഈടാക്കുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളിലൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനിയും പ്രധാനമായിട്ട് എന്തൊക്കെ ഡോക്യുമെന്റുകളാണ് ബാങ്കുകൾ ആവശ്യപ്പെടുന്നതെന്ന് നോക്കാം. ഒന്ന്, KYC ഡോക്യുമെന്റ്സ്, അതായത് പാൻ കാർഡും ആധാർ കാർഡും ആപ്ലിക്കന്റിന്റെയും കോ ആപ്ലിക്കന്റിന്റെയും. രണ്ടാമതായിട്ട് 3 മാസത്തെയെങ്കിലും സാലറി സ്ലിപ്പ്. മൂന്നാമതായിട്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആപ്ലിക്കന്റിന്റെയും കോ ആപ്ലിക്കന്റിന്റെയും. നാലാമതായിട്ട് വാലിഡ് പാസ്പോർട്ടും വിസയും. അതേപോലെ തന്നെ ഏത് രാജ്യത്താണോ നിങ്ങൾ വർക്ക് ചെയ്യുന്നത് ആ രാജ്യത്തിന്റെ ID കാർഡും. 6 മുതൽ 12 മാസം വരെയുള്ള NRI NRO അക്കൗണ്ടിന്റെ സ്റ്റേറ്റ്മെന്റ്, അതല്ലെങ്കിൽ നിങ്ങൾ നാട്ടിലോട്ട് ഏറ്റവും അടുത്ത ബന്ധുക്കളുടെ പേരിലോട്ട് അയച്ചിരിക്കുന്ന അക്കൗണ്ടിന്റെ സ്റ്റേറ്റ്മെന്റ്, അച്ഛൻ, അമ്മ, ഭാര്യ, ഇങ്ങനെയുള്ളവരുടെ സ്റ്റേറ്റ്മെന്റും. 6 മുതൽ 12 മാസം വരെ ഗൾഫിൽ സാലറി വന്ന അക്കൗണ്ടിന്റെ സ്റ്റേറ്റ്മെന്റ്. ചില ബാങ്കുകൾക്ക് മാത്രം 6 മാസത്തെ മതി, എന്നാൽ മറ്റു ചില ബാങ്കുകൾക്ക് 12 മാസത്തെ വേണം. അപ്പോൾ കഴിവതും 12 മാസത്തെയെങ്കിലും സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കുന്നതായിരിക്കും നല്ലത്. HR-ന്റെ ഇമെയിൽ അഡ്രസ്സും ഫോൺ നമ്പറും. HR-ന് ഒരു മെയിൽ അയക്കുകയും ആ മെയിൽ കൺഫേം ചെയ്ത് തിരിച്ച് ബാങ്കിന് റിപ്ലൈ വരികയും വേണം. ഇത്രയും പ്രധാന ഡോക്യുമെന്റുകളാണ് ബാങ്കുകൾ ആവശ്യപ്പെടുന്നത്. ഇത് ഓൺലൈൻ ലിങ്ക് ആണ്. 2 ബാങ്കിന് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മറ്റ് ബാങ്കുകളിൽ നിങ്ങൾക്ക് നെറ്റ് വഴി സെർച്ച് ചെയ്താൽ തന്നെ കിട്ടുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം കാണുന്നവരേക്കും ഏവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.